പാക് ഷെല്ലാക്രമണം നാശം വിതച്ച ഉറിയിലെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ആളുകൾ മടങ്ങിയെത്തി തുടങ്ങി. പാക് ആക്രമണത്തിൽ തകർന്ന വീടുകൾ വൃത്തിയാക്കി താമസയോഗ്യമാക്കുകയാണ് ഗ്രാമീണർ. അതിർത്തിയിൽ കാവലുള്ള സൈന്യത്തിൽ വിശ്വാസമർപ്പിച്ചാണ് താഴ്വരയിലേക്കുള്ള ജനങ്ങളുടെ മടക്കം. ഉറിയിലെ ദ്വാര ഗ്രാമത്തിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ ഉള്ളത് ഉറിയിലെ ദ്വാര ഗ്രാമത്തിലാണ്. ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ ആശങ്ക അകന്ന് പതിയെ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ചകൾ എന്നുള്ളത് ഏറെ സങ്കടപ്പെടുത്തുന്നതാണ്. ഇവിടെ പാക് ഷെല്ലാക്രമണത്തിൽ പരിക്കേൽക്കാത്ത ഒരു വീട് പോലും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ ഒരു മതിൽ പാടെ തകർന്നു പോയിരിക്കുകയാണ്. ഇരുമ്പിൻ്റെ പൈപ്പുകൾക്ക് പോലും അല്ലെങ്കിൽ വെൽഡ് ചെയ്ത് ഉറപ്പിച്ച ഗേറ്റ് പോലും തകർത്ത നിലയിലാണ് ഈ പാക് ഷെല്ലാക്രമണം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ സംഘർഷത്തിൻ്റെ ആദ്യ 2 ദിവസങ്ങളിൽ തന്നെ ഈ മേഖലയിലെല്ലാം ഷെല്ലുകൾ പതിച്ചിരുന്നു. തുടർന്ന് ആളുകൾ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോവുകയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലും ഈ മേഖലയിൽ ആക്രമണം നടന്നിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഈ വീട്ടിൽ വലിയ മാരകമായി തന്നെ പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. मैं जहाँ पे सोया था सर, वहाँ पे जो ही एक मालूम 11:40 पे मिनी सेकंड में सब कुछ हो गया, ब्लास्ट हो गया. ഈ റൂമിലായിരുന്നു, ഈ വീടിൻ്റെ പിൻഭാഗത്തുള്ള ഒരു മുറിയാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും സുരക്ഷിതം എന്ന് കരുതി ആളുകൾ എല്ലാവരും തന്നെ ഏതാണ്ട് 10 പേർ, ഈ വീട്ടിലുള്ള ആളുകൾ ഒപ്പം തന്നെ സമീപ വീട്ടിലുള്ള ആളുകളടക്കം 10 പേർ ഈ ഒരു മുറിയിൽ രാത്രി കഴിച്ചു കൂട്ടുമ്പോഴാണ് ഈ ഷെല്ലാക്രമണം ഉണ്ടായത്. അതേ തുടർന്ന് ഇവിടം വിട്ടുപോയവരാണ് ഇപ്പോൾ മടങ്ങിയെത്തി വീട് വൃത്തിയാക്കാനും തുടർന്ന് ഈ വീട്ടിൽ ഇനി താമസയോഗ്യമാക്കാനുമുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വീട്ടിലെ മാത്രം കാഴ്ചയല്ല. ഈ പ്രദേശത്തെ നിരവധി വീടുകളിൽ സമാനമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പാടെ തകർന്ന വീടുകളുണ്ട്. यहाँ पे आके ये गोला बारूद गिरा, ये पूरे ये जो गांव के लोग थे इनको सबको एक डर का माहौल बन गया. ഈ വീടുകളിലെല്ലാം തന്നെ ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പരിശോധന നടത്തേണ്ടതുണ്ട്. ഇവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. ഇത്തരത്തിൽ നിരവധി വീടുകളാണ്. ചില ഇടങ്ങളിൽ വീടുകൾ ഒന്നുപോലും അവശേഷിക്കാത്ത തരത്തിൽ തകർന്നു പോയ സാഹചര്യമുണ്ട്. നിയന്ത്രണ രേഖയിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പ്രദേശമുള്ളത്. റെഡ് സോണിൽ വരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പോൾ ആശങ്കയടങ്ങി പതിയെ പതിയെ വീടുകളിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ വീടുകൾ പലതും ഇപ്പോൾ താമസയോഗ്യമല്ല എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം. ദ്വാര ഗ്രാമത്തിൽ നിന്നും ജോഗീർ സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.